അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 10-ാം പ്രതിക്കും വധശിക്ഷ. ആലപ്പുഴ വക്കാട്ടുശ്ശേരി വീട്ടിൽ നവാസിനെയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. 15 പ്രതികൾക്ക് നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നു. നേരത്തെ വിധി പറഞ്ഞ ഘട്ടത്തിൽ നവാസ് ചികിത്സയിലായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇപ്പോൾ 10-ാമത്തെ പ്രതിക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ദേവിക, രഞ്ജിത്ത് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ 14 പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയുടെ അന്ന് വിചാരണ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ആ വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ ആ പ്രതിക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പ്രതിയാണ് ഈ കൊലപാതകത്തിൽ, ആ കൊലപാതകം നടന്നു, ആ കൊലപാതകം പൂർത്തിയായി രഞ്ജിത്ത് ശ്രീനിവാസൻ മരണപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ പോലും നിന്നിരുന്നത് നവാസ് എന്ന ഈ പ്രതിയായിരുന്നു എന്നത് തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിക്കാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത് ഈ കേസിലെ ഏറ്റവും നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇത്രയധികം പ്രതികൾക്ക്, ആ കുറ്റപത്രത്തിലുള്ള മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി തന്നെ ഇതിനെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്. അത്തരത്തിൽ മുസ്ലിം മത തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വളരെ സാധുവായ, ഇല്ലെങ്കിൽ വളരെ മാന്യമായി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി ആ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ കിട്ടുന്നു എന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് തന്നെയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു വിധി തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നവാസ് എന്ന 52 വയസ്സുള്ള ആലപ്പുഴ കല്ലുപാലം സ്വദേശി, കല്ലുപാലം നവാസ് എന്നറിയപ്പെടുന്ന ആ വ്യക്തിക്ക് വധശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. അത് ഈ കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ടും മറ്റും മുഴുവൻ തെളിവുകളും ഹാജരാക്കി അത് ആ കുറ്റങ്ങൾ, ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം തന്നെ തെളിയിക്കാൻ കോടതിക്ക് മുൻപാകെ ഈ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നതിന്റെ ഒരു വലിയ വിജയം കൂടിയാണ്. അതും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് പ്രതാപ് ജി പടിക്കൽ എന്ന ഒരു അഭിഭാഷകനാണ് ഈ വാദം നടത്തിയത്. ആ രീതിയിൽ ഈ കേസിന്റെ മുഴുവൻ തെളിവുകളും കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ സാധിച്ചു എന്നത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. അത്തരത്തിൽ ഒരു ഇളവും കിട്ടാതെ, ഇത്തരത്തിൽ ഈ പ്രതി ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇളവ് നൽകണം എന്ന് കോടതിക്ക് മുൻപാകെ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു ഇളവ് ഈ കൊലപാതകം നടക്കുമ്പോൾ, ആ കുറ്റകൃത്യം നടക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നവും പ്രതിക്കില്ല. ഇപ്പോൾ മാത്രമാണ് ആരോഗ്യ പ്രശ്നമുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൊലപാതകം നടക്കുമ്പോഴത്തെ ആരോഗ്യസ്ഥിതി അതാണ് വിലയിരുത്തേണ്ടതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരമാവധി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത് മത തീവ്രവാദികൾ കേരളത്തിൽ നടത്തുന്ന കൊലപാതക